അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സജ്ജനങ്ങളെ സന്ദർശിക്കുക, സ്വാലിഹീങ്ങളുമായി സഹവസിക്കുക, നല്ല ആളുമാരോട്ട് കൂട്ടിക്കെട്ടുക എന്ന 45ാമത്തെ ബാബ്. ആ ബാബിൽ ഇന്ന് വിവരിക്കുക പോണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സംബന്ധപ്പെട്ട ഒരു സംഭവം. എന്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളെ മുട്ട വന്നുകൊണ്ടിരുന്നു അല്ലെ. വഹിയും ചൊല്ലത് അള്ളാഹുടെ വഹിയും ചൊല്ലത് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുടെ സന്ദേശത്തെ എത്തുവട്ടെ. അങ്ങനെ പറയുമ്പോ അത് നബിക്ക് ഭയങ്കര ഇഷ്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണല്ലേ. അപ്പൊ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേ നിങ്ങ ചൊമ്മ ಬಂದುകൊണ്ടിരിക്കണം, മുന്നൽ ಬಂದതിനേക്കാൾ ആറെ ಬಂದುകൊണ്ടിരിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിബ്രീൽ അലൈഹിസ്സലാം ചെന്ന് അത് അള്ളാഹുടെ ഞങ്ങൾക്ക് തീരുമാന പ്രകാരം അള്ളാഹ് കൽപ്പിച്ചത് അള്ളാഹുടെ അനുമതി പ്രകാരം ഞങ്ങൾ പറകാവൂടെ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയല്ല പറകാവില്ല എന്നുള്ളത്. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ പോയിന്റ് അവിടെ എത്തിയെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാമുടെ കൂടുതൽ കാണുകയും കൂടുതൽ സഹവസിക്കുകയും അവിടെ തട്ടുക മഹബത്ത് വെക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാമുടെ കൂടുതൽ നബിയെ കാണുക നബി ഇഷ്ടപ്പെട്ടത് സജ്ജനങ്ങളുമായി കൂടുതൽ അപ്പൊ മലക്കുമായി കൂടുതൽ ബന്ധം പുലർത്തുക എന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെന്നെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം കൊറടി വന്നതിന്റെ അതിന്റെ അർത്ഥമല്ല വന്നോണ്ടിരുന്ന ആ അതിനേക്കാൾ ആരെ പറഞ്ഞോണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശിച്ചത്. അപ്പൊ സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് അധികരിപ്പിക്കുക എന്നത് നമുക്ക് ഹദീസിലേക്ക് നമുക്ക് നോക്കാം. 365ാമത്തെ ഹദീസ്. وعن ابن عباس رضي الله عنهما قال عبد الله بن عباس رضي الله عنه റിപ്പോർട്ട് ആക്കലെ قال النبي صلى الله عليه وسلم جبريل لجبريل നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എടുത്തിട്ട് മഹാ യംനൗക നിങ്ങളെ തടയുന്നവൻ എന്താണ് അൻ തസൂറന ഞങ്ങളെ സന്ദർശിക്കലിനെ അക്തറ മിമ്മ തസൂറുന നിങ്ങൾ സന്ദർശിക്കുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങിപ്പോ വന്നിട്ടുള്ളവരല്ലേ അതിനേക്കാൾ കൂടുതൽ ബണ്ടിയുടെ തൊട്ട് എന്തിനെ തടസ്സമില്ല എന്റെ ബണ്ടില്ല ഫനസൽ. അപ്പൊ ആയിട്ട് ഈ ആയത്തറണ്ട് അള്ളാഹുടെ കൽപ്പന പ്രകാരമല്ലാണ്ട് അള്ളാഹുടെ അനുമതി പ്രകാരമല്ലാണ്ട് ഞങ്ങ ഇറങ്ങി പണ്ടില്ല. ലഹൂമാബൈന ഐദീന അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല കൈട്ടിക്കട് ഇനി പറകുള്ള കാര്യങ്ങൾ ഖിയാമത്തിനാല് മറ്റുള്ള കാര്യങ്ങൾ ഒമാ ഖൽഫന ഞങ്ങളെ പെണ്ണുള്ള ഈ ദുനിയാവുമായി സംബന്ധപ്പെട്ട വിഷയങ്ങൾ ഒമാ ബൈനദാലിക അതിനിടയിൽ എല്ലാം റബ്ബ് സുബ്ഹാനഹു തആലയുടെ തീരുമാനം അവന്റെ കൽപ്പന അവൻ ഇഷ്ടപ്പെട്ടത് പ്രകാരമായിട്ട് നടത്തല്. അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് അവന്റെ അനുമതി ഇല്ലാണ്ട് പറകാവില്ല എന്ന് ആ ആയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുത്തത് റവാഹുൽ ബുഖാരി. അപ്പൊ ഇതിനർത്ഥം ജിബ്രീൽ അലൈഹിസ്സലാം കൊറടി വന്നതിനെ എന്നല്ല, വന്നതിനേക്കാൾ കൂടുതൽ യാറെ പറയും. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു പൈസ കിട്ടുമ്പോ ആ പൈസ ഇത്ര കിളുത്ത് എന്ന് ആശിക്കാണ്ട് ഇനും കൂടുതൽ കിട്ടണോട്ട് ആശിക്കലെങ്ങനെ എന്നതുപോലെ ദീന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിപ്പോ പൈസത്തിൽ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം പഠിച്ചുള്ളു വന്നതിനേക്കാൾ കൂടുതൽ പറയണമെന്ന്. അപ്പൊ ആ ഒരു മഹബത്ത് ആ ഒരു സുഹബത്ത് സഹവസിക്കുക നല്ല ആൾമാരോട്ട് കൂടുതൽ സമയം ചെലവാക്കുക എന്നതൊക്കെ നബി തങ്ങൾ ആഗ്രഹം വെച്ച അവരെ സംഭവമായിട്ട് ഇവിടെ ഉദ്ധരിച്ചത്. ഇനി 366ാമത്തെ ഹദീസ്. അൻ അബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കി അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല് ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിനൻ നീന് സഹവസിക്കേണ്ടത് മുഅ്മിന്റെ ഒട്ടിയായിട്ട് മുഅ്മിൻ അല്ലാത്തവരോട്ട് നീ സഹവസിക്കത്തിയ വലാ യഅകുലു തആമക ഇല്ലാ തഖിയുൻ നിന്റെ ആഹാരത്തെ നല്ല തഖ്വയുള്ളവനല്ലാണ്ട് തിന്നുകത്തിറ. അതായത് നിന്റെ കൂട്ടുകെട്ടും നിന്റെ സഹവാസവും നിന്റെ ഔത്തുക പണ്ടതും നീയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതും നിന്റെ ഔത്ത് വന്ന് ചോറുന്നതും നല്ല മുഅ്മിനീങ്ങളും തഖ്വയുള്ള ആളുമാറാവണം. അത് നിക്കെപ്പോഴും ദീനിൽ സഹായിക്കരുത്, നിക്കതെപ്പോഴും ദുനിയാവും ആഖിറത്തും നിക്ക് നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല. ഈയൊരു ഹദീസ് കൂടി നോക്കാം. 367 وعن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർറജുൽ അലാ ദീനി ഖലീലി ഏതൊരു മനുഷ്യനും അവന്റെ ഫ്രണ്ടിന്റെ ദീനിന്റെ മേലായിരിക്കും. അവന്റെ ഫ്രണ്ട് എങ്ങനെയോ അവന്റെ കൂട്ടുകാരൻ അവന്റെ ചങ്ങായി
അവന്റെ ദീനിന്റെ മേലായിട്ട് ഇക്കട് പോകേണ്ടത്. അപ്പൊ ഓനക്ക് ദീൻ ഏത്, ഓന്റെ ദീൻ ഏത്, ഓന്റെ ദീൻ എങ്ങനെയുണ്ട് എന്നതൊക്കെ അളക്കണമെങ്കിൽ ഓന്റെ ചങ്ങായിമാറാറിട്ട് നോക്കണം. അതനുസരിച്ചിട്ടേക്കില് ഫല്യൻദുർ ആദുക്കും മൻ യുഖാലിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിങ്ങൾ എന്ന് ഉറത്തൻ അവൻ നോക്കട്ടെ ആരെയായിട്ട് ഇക്കട് ചങ്ങായിയാക്കടെ എന്ന് അവൻ നോക്കട്ടെ. അപ്പോ തഖ്വയും ഈമാനും ഉള്ള ആളുമാരായിട്ട് ഇക്കട് ചങ്ങായിയായിട്ട് സ്വീകരിക്കേണ്ടത്, അങ്ങനെയായിട്ട് ഇക്കട് കൂട്ടുകെട്ടേണ്ടത്. അപ്പൊ ഒരു ചങ്ങായിയെ നോക്കിയിട്ട് ഓന്റെ സ്വഭാവം എങ്ങനെ, ഓന്റെ ദീൻ എങ്ങനെയെന്ന് ഓന്റെ കൂട്ടുകാരെ നോക്കിയമ്മയോട് സാധാരണ അങ്ങനെ തന്നെയല്ലേ. നമ്മളിപ്പോ മനുഷ്യരെ ചൊല്ലാൻ ഒരു പെണ്ണ് നോക്കോ ഒരു പൊതു നോക്കുമ്പോഴത്തൊക്കെ അവന്റെ ചങ്ങായിമാർ എങ്ങനെ എന്നുള്ളത് അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമായിട്ടേക്കത്. അപ്പൊ നല്ല ആൾമാരുണ്ടെങ്കിൽ ഓൻ നല്ല ദീനും തക്കവയുള്ള ആൾമാരൊട്ടുക പോലിക്കണം, എപ്പോഴും ആലിമ്യങ്ങളൊട്ടിക്കിട്ടും, എല്ലാവരും നല്ല സ്വാലിഹ്യങ്ങളെ സ്നേഹം വെക്കറവൻ, സ്വാലിഹ്യങ്ങളെ സന്ദർശിച്ചുകൊണ്ടിരിക്കണവൻ. അപ്പൊ അത് നോക്കിയിട്ടായിട്ടിക്കട് അല്ലെ അവന്റെ സേവസിക്കടെ കള്ളുകുടിയന്മാരൊട്ടുകോ ഗാഞ്ച ടീമിടൊട്ടുകോ അല്ലെങ്കിൽ വേണ്ടാത്ത സ്വഭാവമുള്ള ആളുമാരൊട്ടൊക്കെ സഹവസിക്കലുണ്ടെങ്കിൽ മനുഷ്യന്മാർ കൊണ്ട് ദീൻ എത്ര ഉണ്ട് വില എത്രത്. അതുകൊണ്ട് ദീൻ ഒരു മനുഷ്യരെ ദീൻ അളക്കണമെങ്കിൽ അവന്റെ കൂട്ടുകാരെ നോക്കി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചൊല്ലുന്നത്. നീ ആരെ ഒട്ടുക നിന്റെ ചങ്ങായിയാക്കരുത്, അവന്റെ ദീന് നോക്കിയിട്ട് നീ ചങ്ങായിയാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചൊല്ലുന്നത്. അത് ദുനിയാവും ആഖിറത്തും നല്ലതായിട്ട്. അബൂ ദാവൂദ് വത്തിർമിദി ബിഇസ്നാദിൻ സ്വഹീഹ് വഖാല തിർമിദി ഹദീസുൻ ഹസൻ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാതു കൊടുക്കാം. അള്ളാഹു ഞങ്ങളൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ മറ്റുള്ള ആൾമാർക്കും ഞങ്ങളെ ക്ലാസ് എത്തുവാറ്റി കൊടുക്കുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഞങ്ങളൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.